വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും നമുക്ക് ഡെയിലി ലൈഫിൽ സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. സോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ക്ലാസ് ആയിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഹാവ് ഡൺ നത്തിങ് റോങ്. ഐ ഹാവ് ഡൺ നത്തിങ് റോങ്. ഐ ഹാവ് ഡൺ നത്തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. റോങ് എന്ന് പറഞ്ഞാൽ തെറ്റ്. സോ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാനാണ് ഐ ഹാവ് ഡൺ നത്തിങ് റോങ്. ഇനി അടുത്തത്, ഞാൻ ദിവസം മുഴുവൻ കിടന്നുറങ്ങുകയല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണം. അതെങ്ങനെ പറയും? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഐ ഹാവ് ഡൺ നത്തിങ് എന്ന് പറയാം. ഉറങ്ങുകയല്ലാതെ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ പറയും? ബട്ട് സ്ലീപ്പ് ഓൾ ഡേ. ഐ ഹാവ് ഡൺ നത്തിങ് ബട്ട് സ്ലീപ്പ് ഓൾ ഡേ. അതായത് ദിവസം മുഴുവൻ ഉറങ്ങുകയല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥമാണ്. ഇനി നമ്മൾ ദിവസം മുഴുവൻ ക്ലീൻ ചെയ്യുമായിരുന്നു. അപ്പം നമ്മളെങ്ങനെ പറയും? ഞാൻ ദിവസം മുഴുവൻ വൃത്തിയാക്കുകയല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. അതെങ്ങനെ പറയും? ഐ ഹാവ് ഡൺ നത്തിങ് ബട്ട് ക്ലീൻ ഓൾ ഡേ. ഐ ഹാവ് ഡൺ നത്തിങ് ബട്ട് ക്ലീൻ ഓൾ ഡേ. അതായത് ഞാൻ ദിവസം മുഴുവൻ വൃത്തിയാക്കുകയല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല എന്നാണ് മീനിങ്. ഇനി ഞാനത് മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് വളരെ എളുപ്പമാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഹാവ് ഡൺ ഇറ്റ് ബിഫോർ. ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നാണ് അർത്ഥം. സോ ഐ ഹാവ് ഡൺ ഇറ്റ് ബിഫോർ എന്ന് പറഞ്ഞാൽ ഞാനത് മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അത് വളരെ എളുപ്പമാണ് എന്നെങ്ങനെ പറയും? ഇറ്റ്സ് പ്രിറ്റി ഈസി. ഇറ്റ്സ് പ്രിറ്റി ഈസി. പ്രിറ്റി ഈസി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്. പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം വളരെ എളുപ്പമാണ് എന്നുള്ള മീനിങ് ആണ്. സോ ഐ ഹാവ് ഡൺ ഇറ്റ് ബിഫോർ ആൻഡ് ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്. അതായത് ഞാനത് മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് വളരെ എളുപ്പമാണ് എന്നാണ് മീനിങ്. അടുത്ത സെൻറ്റൻസ്, ഇനി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? I am thinking about what to do next. I am thinking about what to do next. What to do next എന്ന് ചോദിച്ചാൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് മീനിങ്. സോ ഐ ആം തിങ്കിങ് അബൌട്ട് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ് എന്നാണ് മീനിങ്. ഐ ആം തിങ്കിങ് അബൌട്ട് വാട്ട് ടു ഡു നെക്സ്റ്റ്. അതായത് ഇനി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നമ്മൾ അവനെ പോയി കാണണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതെങ്ങനെ പറയും? I am thinking we should go and meet him. I am thinking we should go and meet him. We should go and meet him എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ പോയി കാണണം എന്നുള്ള അർത്ഥമാണ്. I am thinking എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുകയാണ് എന്നാണ് മീനിങ്. I am thinking we should go and meet him. ഇനി ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അതെങ്ങനെ പറയും? I am thinking of applying for a job. അപ്ലൈ ഫോർ എ ജോബ് എന്ന് പറഞ്ഞാൽ ജോലിക്ക് അപേക്ഷിക്കുക എന്നാണ്. സോ ജോലിക്ക് അപേക്ഷിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഐ എം തിങ്കിങ് ഓഫ് അപ്ലൈയിങ് ഫോർ എ ജോബ്. ഇനി അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറയണം. ഇറങ്ങുക എന്ന് പറയുന്നത് ഗെറ്റ് ഓഫ് എന്നാണ്. സോ ഐ ആം ഗെറ്റിംഗ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുകയാണ് എന്നാണ് മീനിങ്. ഐ ആം ഗെറ്റിംഗ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. ഇനി അടുത്തത്, ഞാൻ അടുത്ത മാസം വിവാഹിതനാവുകയാണ് എന്ന് പറയണം. വിവാഹിതനാവുക എന്ന് പറയുന്നത് ഗെറ്റ് മാരീഡ് എന്നാണ്. സോ ഐ ആം ഗെറ്റിംഗ് മാരീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വിവാഹിതനാവുകയാണ് എന്നാണ് മീനിങ്. അടുത്ത മാസം എന്ന് പറയാൻ നെക്സ്റ്റ് മന്ത്. സോ ഐ ആം ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത മാസം വിവാഹിതനാവുകയാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, ഞാൻ തയ്യാറാവുകയാണ്. അതെങ്ങനെ പറയും? ഐ ആം ഗെറ്റിംഗ് റെഡി. ഐ ആം ഗെറ്റിംഗ് റെഡി എന്ന് പറഞ്ഞാൽ ഞാൻ തയ്യാറാവുകയാണ് എന്നുള്ള അർത്ഥമാണ്. ഗെറ്റ് റെഡി എന്ന് പറഞ്ഞാൽ തയ്യാറാവുക എന്നാണ് മീനിങ്. ഐ ആം ഗെറ്റിംഗ് റെഡി. ഇനി അടുത്തത്, അവൻ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് എന്ന് പറയണം. ഹീ ഈസ് ഗെറ്റിംഗ് ക്ലോസർ ടു ഹിസ് ഗോൾ. ഹീ ഈസ് ഗെറ്റിംഗ് ക്ലോസർ ടു ഹിസ് ഗോൾ. ഗെറ്റ് ക്ലോസർ എന്ന് പറഞ്ഞാൽ അടുത്ത് വരിക എന്നുള്ള അർത്ഥമാണ്. ഗോൾ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്നുള്ള അർത്ഥമാണ്. സോ ഹീ ഈസ് ഗെറ്റിംഗ് ക്ലോസർ ടു ഹിസ് ഗോൾ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുത്ത് വരികയാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? I am getting out of here. I am getting out of here.
ഗെറ്റിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്നുള്ള അർത്ഥമാണ്. സോ ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് എന്ന് പറയാനാണ് ഐ ആം ഗെറ്റിംഗ് ഔട്ട് ഓഫ് ഹിയർ. ഇനി അടുത്തത് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്ക് വയ്യായികയാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? എന്തെങ്കിലും ഒരു കാര്യം പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഞാൻ എന്നാണ് പറയേണ്ടത്. സോ അതിൻ്റെ കൂടെ ഹാവ് ബീൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഐ ഹാവ് ബീൻ സിക്ക് അല്ലെങ്കിൽ ഇൽ എന്ന് പറയാം. ഐ ഹാവ് ബീൻ ഇൽ ഫോർ ദ പാസ്റ്റ് 2 weeks. I have been ill for the past 2 weeks. For the past 2 weeks എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എന്നുള്ള അർത്ഥമാണ്. I have been ill for the past 2 weeks. ഇനി എന്നെയും ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? I have also been invited. I have also been invited. അല്ലെങ്കിൽ നമുക്ക് I have been invited to എന്ന് പറയാം. I have been invited to എന്ന് പറഞ്ഞാൽ എന്നെയും ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് മീനിങ്. ഇനി ഞാൻ ദിവസം മുഴുവൻ അവനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? I have been thinking about him all day. I have been thinking about him all day. All day എന്ന് പറഞ്ഞാൽ ദിവസം മുഴുവൻ എന്നുള്ള അർത്ഥമാണ്. I have been thinking about him all day. ഇനി അടുത്തത് ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? അതെങ്ങനെ പറയും? What can be done now? What can be done now? What can be done എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള അർത്ഥമാണ്. ഇനി എന്തെങ്കിലും കാര്യത്തെ പറ്റിയൊക്കെ നമ്മൾ അഭിപ്രായം പറയാൻ നേരത്തെ, ഇപ്പോൾ ഒരു പുസ്തകത്തെ പറ്റി ഈ പുസ്തകം വായിക്കേണ്ടതാണ്, അതായത് അത്രയ്ക്ക് യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ രസകരമാണ് എന്നൊക്കെ പറയണമെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ദിസ് ബുക്ക് ഈസ് വർത്ത് റീഡിങ്. ദിസ് ബുക്ക് ഈസ് വർത്ത് റീഡിങ്. അതായത് ഈ പുസ്തകം വളരെ നല്ലതാണ് എന്നാണ് മീനിങ്. ദിസ് ബുക്ക് ഈസ് വർത്ത് റീഡിങ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൂവി കാണാൻ പോവുകയാണ്, അപ്പോൾ ആ മൂവി കാണേണ്ടതാണ് എന്ന് പറയണമെങ്കിൽ ദ മൂവി ഈസ് വർത്ത് വാച്ചിങ്. ദ മൂവി ഈസ് വർത്ത് വാച്ചിങ്. ഈ പാട്ട് കേൾക്കേണ്ടതാണ്. അതെങ്ങനെ പറയും? ദിസ് സോങ് ഈസ് വർത്ത് ലിസ്ണിംഗ് ടു. ദിസ് സോങ് ഈസ് വർത്ത് ലിസ്ണിംഗ് ടു. അതായത് ഈ പാട്ട് കേൾക്കേണ്ടതാണ് എന്നാണ് മീനിങ്. സോ എന്തെങ്കിലും കാര്യം വർത്ത് ഡൂയിങ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഒരിക്കലും നഷ്ടമായിരിക്കത്തില്ല, കാരണം അത് ഉപയോഗപ്രദമായിരിക്കും എന്നുള്ള മീനിങ് ആണ്. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ നിനക്ക് പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡു യു മൈൻഡ് ഇഫ് കഴിഞ്ഞിട്ട് എന്താണോ അത് പറയുക. അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം വോളിയം കൂട്ടുന്നതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഡു യു മൈൻഡ് ഇഫ് ഐ ടേൺ അപ്പ് ദ വോളിയൂം. ഡു യു മൈൻഡ് ഇഫ് ഐ ടേൺ അപ്പ് ദ വോളിയൂം. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ സൗണ്ട് കൂട്ടുക എന്നുള്ള മീനിങ് ആണ്. സോ വോളിയം സൗണ്ട് കൂട്ടുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാനാണ് ഡു യു മൈൻഡ് ഇഫ് ഐ ടേൺ അപ്പ് ദ വോളിയൂം. ഞാനിവിടെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ. ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ. ഇഫ് ഐ സിറ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇരിക്കുന്നതിൽ എന്നുള്ള അർത്ഥമാണ്. ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ. ഇനി നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പം ഇപ്പോൾ കാറിൻ്റെ വിൻഡോ താഴ്ത്തുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു മൈൻഡ് ഇഫ് ഐ റോൾ ഡൗൺ ദ വിൻഡോ എന്ന് ചോദിക്കാം. ഡു യു മൈൻഡ് ഇഫ് ഐ റോൾ ഡൗൺ ദ വിൻഡോ. റോൾ ഡൗൺ ദ വിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ കാറിലൊക്കെ ഈ ഹാൻഡിൽ കറക്കി വിൻഡോ താഴ്ത്തത്തില്ലേ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാറുകളിലൊക്കെ ബട്ടൺ ആയിരിക്കും, അപ്പോൾ അത് പ്രസ് ചെയ്ത് വിൻഡോ താഴ്ത്തുന്നതിനാണ് റോൾ ഡൗൺ ദ വിൻഡോ എന്ന് പറയുന്നത്. ഇനി അടുത്തത് അവൾ നമ്മളുടെ കൂടെ വരുന്നതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഷീ കംസ് വിത്ത് അസ്. ഡു യു മൈൻഡ് ഇഫ് ഷീ കംസ് വിത്ത് അസ്. അതായത് അവൾ നമ്മളുടെ കൂടെ വരുന്നതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് മീനിങ്. ഡു യു മൈൻഡ് ഇഫ് ഷീ കംസ് വിത്ത് അസ്. ഇവിടെ ഷീ സിംഗുലർ ആയതുകൊണ്ടാണ് കംസ് എന്ന് വന്നത്. ഇനി എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഇപ്പം കതക് തുറന്നിട്ടിട്ട് പോയി, അപ്പോൾ ആരാണ് കതക് തുറന്നിട്ടിട്ട് പോയത് എന്ന് ചോദിക്കണമെങ്കിൽ ഹൂ ലെഫ്റ്റ് ദ ഡോർ ഓപ്പൺ എന്ന് പറയാം. ഹൂ ലെഫ്റ്റ് ദ ഡോർ ഓപ്പൺ. അതായത് ആരാണ് കതക് തുറന്നിട്ടിട്ട് പോയത് എന്നുള്ള മീനിങ് ആണ്. ഇനി ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ആരാണ് ടി വി ഇങ്ങനെ ഓൺ ആക്കി ഇട്ടിട്ട് പോയത് എന്ന് ചോദിക്കണമെങ്കിൽ
ഹൂ ലെഫ്റ്റ് ദ ടി വി ഓൺ എന്ന് പറയാം. ഹൂ ലെഫ്റ്റ് ദ ടി വി ഓൺ. അല്ലെങ്കിൽ ഇപ്പം ലൈറ്റ് ഓൺ ആക്കി ഇട്ടിട്ട് പോയി, അതെങ്ങനെ പറയും? ഹൂ ലെഫ്റ്റ് ദ ലൈറ്റ്സ് ഓൺ. ഹൂ ലെഫ്റ്റ് ദ ലൈറ്റ്സ് ഓൺ. ഇനി ആരാണ് ടാപ്പ് തുറന്നിട്ടിട്ട് പോയത് എന്ന് ചോദിക്കണമെങ്കിൽ ഹൂ ലെഫ്റ്റ് ദ ടാപ്പ് റണ്ണിങ് എന്ന് പറയാം. ഹൂ ലെഫ്റ്റ് ദ ടാപ്പ് റണ്ണിങ്. അതായത് ടാപ്പ് തുറന്നിട്ട് വെള്ളം പോകുന്ന രീതിയിൽ ആരാണ് ഇട്ടിട്ട് പോയത് എന്നുള്ള അർത്ഥമാണ്. ഇനി എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറയണം. അതായത് ഞാൻ കാറ് വിറ്റതിൽ ഖേദിക്കുന്നു. അതെങ്ങനെ പറയും? ഐ റിഗ്രറ്റ് സെല്ലിങ് മൈ കാർ. ഐ റിഗ്രറ്റ് സെല്ലിങ് മൈ കാർ. സോ ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഐ റിഗ്രറ്റ് കഴിഞ്ഞു വരുന്ന വേർബ് ing ചേർത്ത് വേണം പറയാൻ. സോ ഐ റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഖേദിക്കുന്നു എന്നാണ് മീനിങ്. സെൽ എന്ന് പറഞ്ഞാൽ വിൽക്കുക എന്നാണ്. സോ എൻ്റെ കാറ് വിറ്റതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറയാനാണ് ഐ റിഗ്രറ്റ് സെല്ലിങ് മൈ കാർ. ഒരുപാട് പണം ചെലവഴിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു. അതെങ്ങനെ പറയും? ഐ റിഗ്രറ്റ് സ്പെൻഡിങ് സോ മച്ച് മണി. ഐ റിഗ്രറ്റ് സ്പെൻഡിങ് സോ മച്ച് മണി. സ്പെൻഡിങ് സോ മച്ച് മണി എന്ന് പറഞ്ഞാൽ ഒരുപാട് പണം ചിലവഴിച്ചതിൽ എന്നുള്ള അർത്ഥമാണ്. നിന്നെ വിശ്വസിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു. അതെങ്ങനെ പറയും? ഐ റിഗ്രറ്റ് ട്രസ്റ്റിംഗ് യു. ഐ റിഗ്രറ്റ് ട്രസ്റ്റിംഗ് യു. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നാണ്. സോ ഞാൻ നിന്നെ വിശ്വസിച്ചതിൽ ഖേദിക്കുന്നു എന്ന് പറയാനാണ് ഐ റിഗ്രറ്റ് ട്രസ്റ്റിംഗ് യു. ഞാൻ നീ പറയുന്നത് കേൾക്കാഞ്ഞതിൽ ഖേദിക്കുന്നു. അതെങ്ങനെ പറയും? ഐ റിഗ്രറ്റ് നോട്ട് ലിസ്ണിംഗ് ടു യു. ഐ റിഗ്രറ്റ് നോട്ട് ലിസ്ണിംഗ് ടു യു. ലിസൺ ടു യു എന്ന് പറഞ്ഞാൽ നീ പറയുന്നത് കേൾക്കുക എന്നാണ്. സോ നീ പറയുന്നത് കേൾക്കാഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറയാനാണ് ഐ റിഗ്രറ്റ് നോട്ട് ലിസ്ണിംഗ് ടു യു. ഇനി അടുത്തൊരു ഫ്രേസാണ്, അതായത് നമ്മളിങ്ങനെ പറയത്തില്ലേ, അത് അത്ര പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമില്ല. സോ കാര്യമില്ല എന്നെങ്ങനെയാണ് പറയുന്നത്? ദർ ഈസ് നോ നീഡ് ടു കഴിഞ്ഞിട്ട് വെർബ് എന്താണോ അത് പറയുക. സോ അത് അത്ര പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമില്ല എന്നെങ്ങനെ പറയും? ദർ ഈസ് നോ നീഡ് ടു ഡു ഇറ്റ് ഇമീഡിയറ്റ്ലി. ദർ ഈസ് നോ നീഡ് ടു ഡു ഇറ്റ് ഇമീഡിയറ്റ്ലി. ദർ ഈസ് നോ നീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ കാര്യമില്ല എന്നുള്ള അർത്ഥമാണ്. ടു ഡു ഇറ്റ് ഇമീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്യേണ്ട എന്നുള്ള അർത്ഥമാണ്. അടുത്തത് അവനോട് സഹതാപം തോന്നേണ്ട കാര്യമില്ല. അതെങ്ങനെ പറയും? ദർ ഈസ് നോ നീഡ് ടു ഫീൽ സോറി ഫോർ ഹിം. ദർ ഈസ് നോ നീഡ് ടു ഫീൽ സോറി ഫോർ ഹിം. ഫീൽ സോറി ഫോർ സമ്മൺ എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും സഹതാപം തോന്നുക എന്നാണ് അർത്ഥം. സോ ദർ ഈസ് നോ നീഡ് ടു ഫീൽ സോറി ഫോർ ഹിം എന്ന് പറഞ്ഞാൽ അവനോട് സഹതാപം തോന്നേണ്ട കാര്യമില്ല എന്നാണ് അർത്ഥം. ഇനി അടുത്ത സെന്റൻസ് സ്ട്രക്ചർ ഇതാണ്. അവിടെ എത്താൻ 1 മണിക്കൂർ എടുക്കും എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ് ടേക്സ് ആൻ അവർ ടു ഗെറ്റ് ദെയർ. ഇറ്റ് ടേക്സ് ആൻ അവർ ടു ഗെറ്റ് ദെയർ. ഇറ്റ് ടേക്സ് ആൻ അവർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ എടുക്കും എന്നാണ് മീനിങ്. ടു ഗെറ്റ് ദെയർ എന്ന് പറഞ്ഞാൽ അവിടെ എത്താൻ എന്നാണ്. സോ ഈ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് കഴിഞ്ഞിട്ട് എത്ര സമയമാണോ അത് പറയുക, ടു കഴിഞ്ഞിട്ട് എന്ത് വേർബാണോ അത് പറയുക. ഇനി അടുത്തത് അത് പൂർത്തിയാക്കാൻ 1 ദിവസത്തിൻ്റെ പകുതി എടുക്കും അല്ലെങ്കിൽ അര ദിവസം എടുക്കും എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയും? ഇറ്റ് ടേക്സ് ഹാഫ് എ ഡേ ടു ഗെറ്റ് ഇറ്റ് ഡൺ. ഇറ്റ് ടേക്സ് ഹാഫ് എ ഡേ ടു ഗെറ്റ് ഇറ്റ് ഡൺ. ഹാഫ് എ ഡേ എന്ന് പറഞ്ഞാൽ പകുതി ദിവസം എന്നുള്ള അർത്ഥമാണ്. ടു ഗെറ്റ് ഇറ്റ് ഡൺ എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് തീർക്കാൻ എന്നുള്ള അർത്ഥമാണ്. ഇറ്റ് ടേക്സ് ഹാഫ് എ ഡേ ടു ഗെറ്റ് ഇറ്റ് ഡൺ. ഇനി എനിക്ക് ഇത്ര സമയമെടുക്കും എന്നുള്ള രീതിയിൽ പറയണം. അതായത് എനിക്ക് പാചകം ചെയ്യാൻ 1/2 മണിക്കൂർ എടുക്കും എന്ന് പറയണം. അതെങ്ങനെ പറയും? ഇറ്റ് ടേക്സ് മീ ആൻ അവർ ടു കുക്ക്. ഇറ്റ് ടേക്സ് മീ ആൻ അവർ ടു കുക്ക്. അതായത് പാചകം ചെയ്യാൻ എനിക്ക് 1/2 മണിക്കൂർ എടുക്കും എന്നാണ് മീനിങ്. ഇനി അവൾക്ക് തയ്യാറാകാൻ 45 മിനിറ്റ് എടുക്കും എന്ന് പറയണമെങ്കിൽ അതെങ്ങനെ പറയാം? ഇറ്റ് ടേക്സ് ഹെർ എന്ന് വരും. ഇറ്റ് ടേക്സ് ഹെർ 45 മിനിറ്റ്സ് ടു ഗെറ്റ് റെഡി. ഇറ്റ് ടേക്സ് ഹെർ 45 മിനിറ്റ്സ് ടു ഗെറ്റ് റെഡി. ടു ഗെറ്റ് റെഡി എന്ന് പറഞ്ഞാൽ തയ്യാറാകാൻ എന്നുള്ള അർത്ഥമാണ്. സോ ഇറ്റ് ടേക്സ് ഹെർ 45 മിനിറ്റ്സ് ടു ഗെറ്റ് റെഡി. അതായത് അവൾക്ക് തയ്യാറാകാൻ 45 മിനിറ്റ് എടുക്കും എന്നാണ് മീനിങ്. ഇനി ഇതേ വാചകങ്ങൾ തന്നെ നമുക്ക് പാസ്റ്റ് ടെൻസിലും പറയാം, ഫ്യൂച്ചർ ടെൻസിലും പറയാം. ഇപ്പം ഇങ്ങനെ നമുക്ക് പറയണം.
അവൾക്ക് തയ്യാറാകാൻ 45 മിനിറ്റ് എടുത്തു. ഇത് പാസ്റ്റ് ടെൻസ് ആണ്. സോ അവിടെ ഇറ്റ് ടേക്സ് മാറ്റി ഇറ്റ് ടുക്ക് ആക്കുക. സോ ഇറ്റ് ടുക്ക് ഹെർ 45 മിനിറ്റ്സ് ടു ഗെറ്റ് റെഡി എന്ന് പറഞ്ഞാൽ അവൾക്ക് തയ്യാറാകാൻ 45 മിനിറ്റ് എടുത്തു എന്നാണ് മീനിങ്. ഇറ്റ് ടുക്ക് ഹെർ 45 മിനിറ്റ്സ് ടു ഗെറ്റ് റെഡി. ഇനി അവന് സ്റ്റേഷനിലെത്താൻ 2 മണിക്കൂർ എടുത്തു എന്ന് പറയേണ്ടതെങ്കിലോ ഇറ്റ് ടുക്ക് ഹിം 2 hours to get to the station. It took him 2 hours to get to the station എന്ന് വരും. ടു ഗെറ്റ് ടു ദ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിലെത്താൻ എന്നുള്ള അർത്ഥമാണ്. സോ ഇറ്റ് ടുക്ക് ഹിം 2 hours to get to the station. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.